ഡോക്ടറെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമാണ്, ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല, വിശപ്പില്ല, ശരീരവേദന, ഉറക്കം തൂങ്ങുക, മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട്. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? 2-3 മാസമായിട്ട് ഇങ്ങനെ തന്നെയാണ്. കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതിനായിട്ട്. പക്ഷേ ഇപ്പം ഭയങ്കര കൂടുതലായിട്ട് തോന്നുക 2-3 ദിവസമായിട്ട്. ഓക്കെ, ഈ 2-3 മാസമായിട്ട് തുടങ്ങിയിട്ട് എവിടെയെങ്കിലും കാണിച്ചായിരുന്നു? എന്തെങ്കിലും മരുന്നെടുത്തായിരുന്നു? എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡോക്ടറെ, ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, അതിലെന്തെങ്കിലുമൊക്കെ ഡിറ്റക്ട് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ എടുക്കേണ്ടി വരും. ജീവിതകാലം മുഴുവനും മരുന്ന് എടുക്കേണ്ടി ചെയ്ത് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല ഡോക്ടറെ. എത്ര പേർ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? എത്ര പേർ ഈ ഒരു രീതിയിൽ ഉള്ള ഒരു മെൻറ്റാലിറ്റിയോടെ മുന്നോട്ട് പോകുന്നവരുണ്ട്? ഇന്ത്യയിൽ ഒട്ടുമിക്ക ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെയാണ് ചിന്തിക്കുക. ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അസുഖം ഡിറ്റക്റ്റഡ് ആവുകയും അതിന് പിന്നെ ട്രീറ്റ്മെൻറ്റ് ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരികയും ചെയ്യും. എന്തുകൊണ്ട് അവർ ഈ രീതിയിൽ ചിന്തിക്കുന്നില്ല? എത്രയും വേഗത്തിൽ ആ അസുഖത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനുവേണ്ട കൺട്രോൾ മെഷേഴ്സ് എടുത്ത്. ഓർക്കുക, നിങ്ങൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒക്കെ ഒരു പക്ഷേ വലിയ ഒരു അസുഖത്തിൻ്റെ മുന്നോടിയായി നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന മുന്നറിയിപ്പുകളാണ്. അപ്പോൾ ആ മുന്നറിയിപ്പുകളെ ഒരിക്കലും അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഒരു പക്ഷേ അത് ജീവിതശൈലി രോഗങ്ങളുടെ തുടക്കമായിരിക്കാം. ഒരു പക്ഷേ വലിയ വലിയ രോഗങ്ങൾ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ചില അസുഖങ്ങളുടെ തുടക്കമായിരിക്കാം. അത് എത്ര നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, എത്ര നേരത്തെ അതിനു വേണ്ട കൺട്രോൾ മെഷേഴ്സ് എടുക്കാൻ സാധിക്കുന്നു, അത്രയും വേഗത്തിൽ നമുക്ക് ആ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആ അസുഖത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ അളവ് കുറയ്ക്കാനും നമുക്ക് സാധിക്കും. ഈ തിരിച്ചറിവ് എപ്പോൾ നമുക്കുണ്ടാവുന്നു, ആ നിമിഷം മുതൽ നമ്മുടെ സമൂഹം മാറി തുടങ്ങും. ആരോഗ്യപരമായി നമ്മുടെ സമൂഹം വളർന്നു തുടങ്ങും. ഇത് ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ തുടങ്ങുമ്പോൾ അത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യും എന്ന് തിരിച്ചറിയുക. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും 6 മാസം കൂടുമ്പോൾ നിങ്ങളുടെ റുട്ടീൻ ബ്ലഡ് ചെക്കപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം ഈ 6 മാസത്തിനിടയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് വളരെയധികം സഹായിക്കും.